മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ അറിവ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ക്ലയൻസിന് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വന്നിരുന്നത് ഞാൻ ഒരു മാർക്കറ്റ് കാലത്ത് ഓപ്പൺ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഡീവിയേഷൻ കണ്ടപ്പോൾ തന്നെ നമ്മൾ റേഞ്ച് കൊടുത്തു. ആ റേഞ്ചിന് താഴെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവ് ആവുമെന്ന് കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അത് ഡീൽ ചെയ്തവർക്കൊക്കെ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ ഇന്ന് കാലത്തും പറഞ്ഞിരുന്നു 9:45 ആകുമ്പോൾ നിങ്ങൾ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടാക്കണം. ഇന്നും വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഇന്നും സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടാക്കിയേ തീരും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസുകൾ ഇന്ന് FIS 3 ഡേയ്സായിട്ട് ബൈ ചെയ്യുന്നു. FIS 3 ഡേയ്സായിട്ട് ബൈ ചെയ്യാണ്. ഇന്നാണ് അവർക്കൊരു നെഗറ്റീവ് ന്യൂസ്. FISന് നെഗറ്റീവ് ന്യൂസായിട്ട് ന്യൂസ് വന്നത് അമേരിക്കയിൽ നിന്ന് ഇന്നാണ്. കാരണം 25% ഈ ഓട്ടോ സെക്ടറിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യും, അല്ലെങ്കിൽ അവർ കുറച്ച് പേടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 10:30 ശേഷമോ അതിന് മുമ്പോ മാർക്കറ്റിൽ വലിയൊരു സെൽ ഓഫ് ചിലപ്പോൾ ഉണ്ടാവാം. അറിയാലോ, അവർ സെൽ ഓഫ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ നിങ്ങൾ എല്ലാ കൗണ്ടറുമേ നിങ്ങളുടെ ഷെയർസുമേ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എപ്പോഴും ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാവർക്കും ഹൈയിലെത്തുമ്പോൾ ഷോർട്ട് അടിക്കാനായിരിക്കും താല്പര്യം. അപ്പോൾ അതും മനസ്സിലാക്കണം. അപ്പോൾ മുകളിലേക്കുള്ള ആക്ഷൻ വളരെ കുറവായിരിക്കും, എന്നാൽ താഴത്തേക്കുള്ളത് പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഹെവി കറക്ഷനാവും. അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. പുട്ട് ഓൺ കോൾ ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി കോൾ റൈറ്റ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഫ്യൂച്ചർ സെല്ല് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ ചെയ്യാവുന്നതാണ്. ഏകദേശം 21 പോയിൻ്റ് ഇപ്പോൾ തന്നെ മാർക്കറ്റ് ഡൗൺ ആണ്. ഭാരത് ഫോർജ് ഡിഫൻസ് ഒരു വലിയൊരു കോൺട്രാക്റ്റ് 6900 കോടിയുടെ ഡിഫൻസ് കൊടുത്തിരിക്കുന്നു. ഒന്ന് ഭാരത് ഫോർജിനാണ്. ഭാരത് ഫോർജിന് കൊടുത്തിരിക്കുന്നു. അതുപോലെ ടാറ്റ സൺസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം എന്നൊരു കമ്പനിയുണ്ട്. അവർക്ക് രണ്ടാൾക്കാണ് ഇത്രയും വലിയ ക്രോഡ്സിൻ്റെ ഡിഫൻസ്. അപ്പോൾ ഡിഫൻസിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും എന്നൊന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ടാറ്റ സൺസിൻ്റെ ഷെയർസ് ലിസ്റ്റിംഗ് ആയിട്ടില്ല. എന്തായാലും ഭാരത് ഫോർജ് അവൈലബിൾ ആണ്. പക്ഷേ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ഇല്ല. ഇങ്ങനൊരു ന്യൂസിന് ഒരു അപ്പ് ആൻഡ് മൂവ് ചെയ്യുമ്പോൾ എത്രത്തോളം മൂവ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പില്ല. എങ്കിൽ തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്ന ട്രേഡ് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. BSEയിലുള്ള ഷെയർസുകൾക്ക് മെയിനായിട്ട് അവരുടെ ബോണസ് വരുന്ന ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ബോണസ് മാർച്ച് 30 അതിൻ്റെ മീറ്റിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ BSEയിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് ട്രേഡിംഗ് എന്നൊരു ഐഡിയയിൽ വെച്ചാൽ. എങ്കിലും ഇപ്പോഴും പറയുന്നു മാർക്കറ്റ് ട്രെൻഡ് നമുക്ക് സപ്പോർട്ടീവ് അല്ല. NBCക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇത് വീണ്ടും തന്നെ തിരിച്ച് പറയുകയാണ്, NBC ഓർഡർ ഉണ്ട്. നമുക്ക് വാച്ചിങ് കൗണ്ടറായിട്ട് വയ്ക്കുക. മാർക്കറ്റിലെ ഈ 2-ാം തീയതിക്ക് ശേഷമുള്ള മൂവ്മെൻറ്റ്സും കറക്ഷൻസ് കഴിഞ്ഞാൽ നമുക്ക് ബൈ ആവുന്ന കൗണ്ടർ തന്നെയായിരിക്കും NBCC. അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോർഷൻ മാത്രമായിട്ട് ബൈ ചെയ്ത് വയ്ക്കുക. ഹെവി ന്യൂസുകളാണ്, വലിയ ഓർഡറുകളാണ് ലഭിച്ചിരിക്കുന്നത്. വിബ്രോയ്ക്ക് വലിയൊരു ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. 10 ഇയർ ഡീൽ വന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ വാച്ച് ചെയ്യാവുന്ന ന്യൂസുകളാണ്. പക്ഷേങ്കിൽ നല്ല സമയത്തല്ല ഈ ന്യൂസുകൾ വന്ന് എന്നുള്ളത് കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ട്രെൻഡ് വരും. പക്ഷേ അത് വാച്ചിങ് കൗണ്ടറിൽ മുമ്പിലേക്ക് വെയിറ്റ് ആവുന്നതാണ് വിബ്രോ. ഓക്കെ, ന്യൂസാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കളിക്കുന്നവരെ സംബന്ധിച്ച് ചേഞ്ച് ആവുകയാണ്. നമ്മുടെ എക്സ്പയറി ചേഞ്ച് ആവുകയാണ്. ശ്രദ്ധിക്കുക, എക്സ്പയറി ചേഞ്ച് ആവുകയാണ്. പണ്ട് തേഴ്സ്ഡേ ആയിരുന്നു നമ്മുടെ എക്സ്പയറി ആവുന്നത്. ഇനി ഇത് മൺഡേ തൊട്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ഏപ്രിൽ തൊട്ട് ആക്റ്റീവ് ആവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഏപ്രിൽ തൊട്ട് ആക്റ്റീവ് ആവുന്നതാണ്. മൺഡേയിലേക്ക് നമ്മുടെ എക്സ്പയറി ചേഞ്ച് ആവും. ഓക്കെ, ലാസ്റ്റ് തേഴ്സ്ഡേ ആയതൊക്കെ മൺഡേ ആവും. വളരെ ശ്രദ്ധിക്കുക, മൺഡേ ആവുന്നുണ്ട്. അപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഗവൺമെൻറ് എന്ത് അതിൽ കണ്ടതെന്ന് അറിയില്ല. എന്തായാലും പുതിയ ചേഞ്ചസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാച്ച് ചെയ്യുക. ഈ കൗണ്ടർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്, വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ന്യൂസുകൾ ഓട്ടോ സെക്ടറിൻ്റെ ന്യൂസ് വന്നതിന് ശേഷം ഡോളറിൻ്റെ കാതലായ ചേഞ്ചസുകളൊന്നും ഡോളർ ഇൻഡെക്സിൽ വന്നിട്ടില്ല. ചെറിയ ഡിഫറൻസ് വന്നുള്ളൂ. ഈ 103 പൊട്ടുമ്പോഴാണ് ഭയങ്കരമായ മാർക്കറ്റിലൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ. കാരണം 103 സംതിങ്ങിലൊക്കെ വളരെയധികം ടൈം വന്നതാണ്. 103ൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഈ ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവ് ആവുന്നത്, പോസിറ്റീവായിട്ട് വരുന്നുള്ളൂ. താഴത്തേക്ക് പോകുന്നത് ഡോളർ ഇൻഡെക്സ് നമുക്ക് നല്ലതാണ്. അപ്പോൾ ഡോളേഴ്സ് മുകളിലേക്ക് പോകുന്നത് ഇന്ത്യക്ക് നല്ലതല്ല. ഇത് രണ്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഇന്ത്യൻ ADR ആണ്. ADR നോക്കേണ്ട HDFC ADR ജസ്റ്റ് പ്ലസ്സിൽ നിൽക്കണമെന്ന് പറയാം. HDFC പ്ലസ്സിൽ നിൽക്കുന്നുണ്ടെന്ന് പറയാം. ICICI ADR ജസ്റ്റ് മൈനസ്, ഡോക്ടറുടെ ADR മൈനസ്, ഇൻഫോസ് ADR മൈനസ്, വിബ്രോ മൈനസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്നൊരു വലിയൊരു ഐഡിയൽ മൂവ്മെൻറ്റ്സൊന്നും ADRൻ്റെ സെക്ഷനില്ല. എന്നാൽ ADRൽ വലിയൊരു നെഗറ്റീവ് ട്രെൻഡും വന്നിട്ടില്ല. വീണ്ടും താരിഫ് തന്നെ പറയുകയാണ്. ഇതൊക്കെയാണ് താരിഫിൻ്റെ കാര്യങ്ങൾ പോകുന്നത്.
ട്രെൻഡ് ഇതിൻ്റെ പേരിൽ വീക്ക് തന്നെയായിരിക്കും മാർക്കറ്റിൽ. മാർക്കറ്റിൻ്റെ കൺട്രോളും എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് പമ്പിങ്ങും ചിലപ്പോൾ ഉണ്ടാവുകയായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് മാറാം. എന്തായാലും വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. മാർക്കറ്റിൽ INR USD ഫ്യൂച്ചർ ഏകദേശം 87.21 ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പോസിറ്റീവായിട്ട് കാണുന്നതെങ്കിൽ അപ്പായിട്ടാണ് കാണുന്നത്. അപ്പാവുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് അപ്പ് ട്രെൻഡ് ആവുന്നത് നെഗറ്റീവാണ് നമുക്ക്. ഓക്കെ, നെഗറ്റീവാണ്. അപ്പോൾ അതും വാച്ച് ചെയ്യുക. ഇതൊരു 2-3 ഡേയ്സ് ഇങ്ങനത്തെ ഇഷ്യൂസുകൾ നമുക്കറിയാമല്ലോ, നമുക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. 2-ാം തീയതി വരുന്ന ഡേറ്റ് വരെ താരിഫ് വരുന്ന ഡേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ 2 ഓപ്ഷനാണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. 2 ഓപ്ഷൻ ഒന്നില്ലെങ്കിൽ നമ്മളൊരു 50% ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുശേഷം ബാക്കി 50% മാർക്കറ്റ് ക്രാഷിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാം. രണ്ടാമതൊരു ഓപ്ഷൻ നമുക്ക് ഈ ന്യൂസ് വന്നതിന് ശേഷം കറക്ഷനോടുകൂടി മാർക്കറ്റ് എടുക്കാം. ചിലപ്പോൾ കറക്ഷൻ വന്നില്ലെങ്കിൽ മാർക്കറ്റ് കയറിപ്പോവും. അപ്പോൾ നമുക്ക് ദുഃഖം തോന്നും, ഒന്നും ബൈ ചെയ്തില്ല എന്ന് തോന്നും. അപ്പോൾ മിനിമം 25 to 30% നമ്മുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും യുക്തി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു, ബൈ. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.